സർവാഭരണഭൂഷിതായ നമഃ മഹാശക്തിയായ നമഃ ഭവാന്യേ നമഃ ഭക്തപ്രിയായ നമഃ സാംഭവ്യായ നമഃ നിർമ്മലായ നമഃ ശാന്തായ നമഃ നിത്യമുക്തായ നമഃ നിഷ്കളങ്കായ നമഃ പാപനാശിന്യേ നമഃ ഭേദനാശിന്യേ നമഃ സുഖപ്രദായ നമഃ സർവൈശ്വര്യേ നമഃ സർവമന്ത്രസ്വരൂപിണ്യേ നമഃ മനോന്മന്യേ നമഃ മഹേശ്വര്യേ നമഃ കല്യാണ്യേ നമഃ രാജരാജേശ്വര്യേ നമഃ ബാലായേ നമഃ ധർമ്മവർദ്ധിന്യേ നമഃ ശ്രീലളിതാംബികായേ നമഃ ശ്രീലളിതാപരമേശ്വര്യേ നമഃ ശ്രീജഗദംബികായേ നമഃ. നാമങ്ങളെ കൊണ്ടുകൊണ്ട് അർച്ചന ചെയ്യും. അർച്ചനാദി കാര്യങ്ങൾ സ്വീകരിച്ച് സമ്പൂർണ്ണതയായിരിക്കുന്ന ദേവിയെ നമ്മളിതാ നമ്മുടെ മനോഗതം അറിയിക്കുന്നു എന്ന് പറയും. നമ്മളെന്താണോ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത്, ഈ വിളക്കുപൂജയുടെ ഫലം പറയുന്നതും അനുഭവമുള്ളതും എന്താണോ നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിച്ചത് അതധികം വൈകാതെ സാധ്യമായിട്ട് തീരുന്നതാണ് ഈ വിളക്കുപൂജയിൽ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള കാര്യത്തിന് ഫലം. അപ്പോൾ അതെന്താണ്, നമ്മൾ ഒരു മിനിറ്റ് എല്ലാവരും നമ്മുടെ മനസ്സിലുള്ളതായ പ്രാർത്ഥന അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുക. ആ പൂവച്ചേലയൊക്കെ തെളിച്ച് ദ്രവ്യശുദ്ധി, പൂജയ്ക്ക് വേണ്ടതായ 4 ശുദ്ധികളും അത് നമ്മൾ ചെയ്തു. പിന്നെ തീർത്ഥം താഴ്ച് ഒരു പൂവ് കയ്യിലെടുക്കുക. എന്നിട്ട് മൂർത്തികൽപ്പന, നമ്മൾ പൂജിക്കാനായിട്ട് പോകുന്നതായ ആ ദേവീഭാവത്തെ നമ്മൾ കൽപ്പിക്കുകയാണ്. ഇങ്ങനെ ഈ ദേഹശുദ്ധിയും ആന്തരികമായ ശുദ്ധിയും ചെയ്തതായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം ആ ദേവിയുടെ ഭാവത്തെ മനസ്സിൽ കാണാൻ ആന്തരികമായ ശുദ്ധി വരുത്തുകയാണ് നമ്മുടെ സങ്കല്പത്തോടുകൂടി ചെയ്യാൻ. അത് ചെയ്തു കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് ആ മുമ്പിൽ തന്നതായിട്ടുള്ള വെള്ളം ഗ്ലാസ് അത് ഇടത് കൈയിലേക്ക് എടുത്ത് വയ്ക്കും. ഇടത് കൈയിലേക്ക് എടുത്ത് വെച്ച് വലത് കയ്യിലേക്ക് എടുത്ത് കയ്യിലെടുത്ത് വയ്ക്കും. എന്നിട്ട് വലത് കൈ കൊണ്ട് പൂവ്, ചന്ദനം, അക്ഷരം 3 ഉപയോഗിച്ച് പൂവ്, ചന്ദനം, അക്ഷതം, നെല്ലരി കൂട്ടിയ അക്ഷതം ഒരുമിച്ചെടുത്ത് ആ ഗ്ലാസ്സിലേക്ക് വെള്ളത്തിലേക്ക് കയ്യിലെടുത്ത് പിടിക്കരുത്. ഗ്ലാസ് നിരപ്പിച്ചില്ല, ഇടത് കൈയിലേക്ക് എടുത്തിങ്ങനെ എന്നിട്ട് വലത് കൈ കൊണ്ട് അടച്ചിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഈ പ്രപഞ്ചത്തിലുള്ളതായ സകല തീർത്ഥങ്ങളും നമ്മുടെ ഈ പൂജാ സന്നിധിയിലെത്തി വേണ്ടതുപോലെ ശുദ്ധി വരുത്തി തീർക്കാനായിട്ട്